രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ പൂർണ്ണമായിട്ടും കഴമ്പില്ല എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ ഇവിടെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആൾക്കാരുടെ പരിഗണനകൾ ഒരുപക്ഷെ അവരുടെ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരുന്നു. നമ്മൾ പറയുന്ന വർഷം 2021 ആ ഒരു സമയത്താണ് നമ്മുടെ ഇവിടെ ബാക്ക് ടു ബാക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ടാകുന്നത്. പ്രളയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും പിന്നീട് നമ്മുടെ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ആ സമയത്തെല്ലാം തന്നെ മുഖ്യമന്ത്രിയും CPM-ഉം ജനങ്ങളുടെ മുന്നിൽ അവർ പ്രസൻറ്റ് ചെയ്തിരുന്ന മുഖം എന്ന് പറയുന്നത് കരുതലിൻ്റേതായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഡെയിലിയുള്ള പത്രസമ്മേളനം എന്ന് പറയുന്നത് 2021 ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി CPM-ന് കിട്ടുന്നതിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിച്ചതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അന്ന് ആൾക്കാരുടെ പരിഗണന എന്ന് പറയുന്നത് പല ആൾക്കാരെയും സംബന്ധിച്ചിടത്തോളം ഉറ്റവരെ നഷ്ടപ്പെട്ടിരിക്കുന്നു, തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, കൃത്യമായിട്ടുള്ള ഒരു വരുമാന മാർഗ്ഗമില്ല, ഒരു സ്രോതസ്സില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സർക്കാർ കൊടുത്തിരുന്ന കിറ്റുകളാണെങ്കിലും സർക്കാരിൻ്റെ മറ്റു പല വെൽഫെയർ സ്കീമുകളാണെങ്കിലും മുഖ്യമന്ത്രി തങ്ങളൊപ്പമുണ്ട്, സർക്കാർ ഒപ്പമുണ്ട് എന്ന രീതിയിൽ എല്ലാ ദിവസവും നൽകുന്ന ഒരു റീഅഷുറൻസ് ഒക്കെ ആണെങ്കിലും ആൾക്കാരെ അവരുടെ പ്രയോറിറ്റീസ് എന്താണ് എന്നുള്ളതിനെപ്പറ്റി തീരുമാനിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ അറസ്റ്റിലായി കിടക്കുന്ന ഒരു കേസിൽ യാതൊരു വിധത്തിലുള്ള കഴമ്പുമില്ല എന്ന രീതിയിലത്തേക്കൊന്നും ചിന്തിക്കാനുള്ള വിഡ്ഢികളല്ല കേരള സമൂഹത്തിലുള്ളത്. ഇപ്പോൾ അവരെ കൊട്ടിഘോഷിച്ചിരിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയിലാണെങ്കിലും വിജിലൻസിനുൾപ്പെടെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ചേർക്കേണ്ടി വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അപ്പോൾ അതൊന്നും തന്നെ തീയില്ലാതെ പുകയുന്നതല്ല എന്ന രീതിയിലത്തേക്കൊക്കെയുള്ള ചിന്ത ഇവിടെയുള്ള ആൾക്കാർക്കുണ്ട്. പക്ഷേ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായിരുന്ന ജീവൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിൻ്റെ പ്രയോറിറ്റി വളരെ കൂടുതലായിരുന്നു എന്നതുകൊണ്ടാണ് 2021 അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് അവിടെ ഉണ്ടായത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. രണ്ട്, ഈ തിരുത്തുക എന്ന് പറയുന്ന സമയത്ത് എന്ത് കുറ്റമാണ് തിരുത്താൻ പോകുന്നത്? ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണ് തിരുത്താൻ പോകുന്നത്? അതിപ്പോൾ ശ്രീ ഗോവിന്ദൻ മാഷാണെങ്കിലും ശ്രീ ഹസ്കറാണെങ്കിലും ഏതൊക്കെ വിഷയങ്ങളാണ് തിരുത്തുന്നത് എന്ന് പറയുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് വെൽഫെയർ പെൻഷൻ അത് ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് തിരുത്താൻ പോകുന്നത്? അത് തിരുത്തണമെങ്കിൽ പണം വേണം. നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് പണമാണ്. അപ്പോൾ എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ നമ്മൾ ഈ കുടിശ്ശികയെല്ലാം തന്നെ കൊടുത്ത് തീർക്കുക? പലപ്പോഴും നമ്മൾ ഓർക്കണം, ഈ എന്താണ് സാമ്പത്തിക സ്രോതസ്സ്, എന്താണ് നമ്മളുടെ ഒരു ഫോൾ ബാക്ക് ഓപ്ഷൻ, ഇതൊന്നും തന്നെ ചിന്തിക്കാതെ ഓരോ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും നമ്മൾ വെൽഫെയർ പെൻഷൻ ഇത്രയാക്കും എന്ന രീതിയിലത്തേക്ക് ആൾക്കാരെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ പേരിൽ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലത്തേക്ക് അവരുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് അവിടെ നടത്തിയിരുന്നത്. അപ്പോൾ അതിൽ എന്ത് രീതിയിലുള്ള തിരുത്തലാണ് ഉണ്ടാകുന്നത്? ആ തിരുത്തലിനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ട്, മുഖ്യമന്ത്രിയോളം തിരുത്തേണ്ടുന്ന ആരെങ്കിലും ഇന്ന് CPM-ലുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ പല പ്രസ്താവനകളും പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രീ MV ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന്, ശ്രീ AK ബാലൻ്റെ ഭാഗത്ത് നിന്ന് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയോളം തിരുത്തപ്പെടേണ്ടുന്ന പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് ആരൊക്കെയാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അത് ഇന്നത്തെ നിലയിലേക്ക് എത്തിയിരിക്കുന്നതും ആൾക്കാരിൽ അതിൻ്റെ ആഴത്തിലുള്ള വേരുകൾ ഉണ്ടാക്കിയിരിക്കുന്നതും എന്തുവഴിയാണ്? സമരമാർഗ്ഗങ്ങൾ വഴി, പ്രതിഷേധങ്ങൾ വഴിയാണ്. ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനകീയ സമരങ്ങൾ നയിച്ചതിൻ്റെ പേരിലാണ്. അങ്ങനെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനം ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള സമരമാർഗ്ഗങ്ങൾക്കും അതേപോലെ തന്നെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കും പോലും എതിരാകുന്നു എന്ന രീതിയിലത്തേക്കാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് പല സമരങ്ങൾ, അതിപ്പോൾ KSU നടത്തുന്ന സമരമായിക്കോട്ടെ, കോൺഗ്രസ് നടത്തുന്ന സമരമായിക്കോട്ടെ, മറ്റേതെങ്കിലും സംഘടനകൾ നടത്തുന്ന സമരമായിക്കോട്ടെ, ആ സമരത്തിനെയെല്ലാം ഒരു ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് അതിനെ അടിച്ചമർത്താനായിട്ടാണ് ഇവിടെ ശ്രമിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പല നടപടികൾ, ഇപ്പോൾ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനം എന്നുള്ളതായിരുന്നു. എന്താണ് രക്ഷാപ്രവർത്തനം എന്നതിനെപ്പറ്റി നമുക്കുള്ള സാമാന്യമായിട്ടുള്ള ഒരു അർത്ഥം, ആ ഒരു ബോധം എന്നതിനെ പൂർണ്ണമായിട്ടും തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം അതിനൊരു പുതിയ നിർവചനം കൊടുത്തു. ആ നിർവചനം എന്ന് പറയുന്നത് അദ്ദേഹം ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഫ്രീ ലൈസൻസ് നൽകുന്ന രീതിയിലത്തേക്ക് തോന്നിപ്പിക്കുന്ന പോലെയുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം ആവർത്തിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എന്താണ് ചിന്തിക്കുക? സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാൻ ഇവിടെ ആൾക്കാർക്ക് കഴിയില്ലേ? ഈ വലിയൊരു തിരിച്ചടി കിട്ടിയതിന് ശേഷം ഇതേപോലെ തന്നെ സമാധാനപരമായിട്ട് തൻ്റെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് വിമർശിച്ച ഒരു വൈദികനെ മുഖ്യമന്ത്രി വിളിച്ച വാക്കെന്താണ്? വിവരദോഷി. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു വലിയ അടി കിട്ടിയതിന് ശേഷവും എങ്ങനെയാണ് ആൾക്കാരോട് പെരുമാറേണ്ടത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബോധ്യവും ഇല്ല എങ്കിൽ അവിടെയുള്ള തിരുത്തൽ എവിടെയാണ് നടക്കുക?
നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളായിക്കോട്ടെ, എല്ലാ പരിപാടികളായിക്കോട്ടെ, തത്സമയം ഇവിടെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വിവിധ ചാനലുകൾ വഴി ലൈവായിട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്ത് മുഖ്യമന്ത്രി പലപ്പോഴും തന്നേക്കാൾ ഒരുപക്ഷെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റസിൽ താഴെയുള്ള ആൾക്കാരോട് അദ്ദേഹത്തിൻ്റെ സമീപനം എങ്ങനെയാണ്? മൈക്ക് കേടാകുന്ന സമയത്ത് എത്രയോ തവണ ലൈറ്റ് ആൻഡ് സൗണ്ട് തൊഴിലാളികളോട് അദ്ദേഹം ഏത് രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇവരൊക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗമാണ്, അഥവാ CPMൻ്റെ കോർ വോട്ടർ ബേസാണ്. ആ ഉള്ള ആൾക്കാരോട് അവരുടെ ജോലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അവരുടേതല്ലാത്ത കാരണത്താൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഒരു സ്ത്രീ അവരുടെ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിയുന്ന സമയത്ത് ഒരു കമൻറ്റ് പറയുന്ന സമയത്ത് അമ്മാതിരി കമൻറ്റ് വേണ്ട എന്ന് പറയുന്നതിനെ നമ്മുടെ നാട്ടിൽ എത്ര പേരാണ് പോസിറ്റീവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്? എന്ന് വെച്ചാൽ അധികാരത്തിൻ്റെ ഭ്രമത്തിൽ വളരെയധികം ധാർഷ്ട്യം വർദ്ധിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ സമരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സ്റ്റാറ്റസിൽ, സോഷ്യൽ സ്റ്റാറ്റസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാൾ താഴെയുള്ള ആൾക്കാരോട് കരുതൽ എന്ന് പറഞ്ഞ് 2021 പറഞ്ഞതിൻ്റെ ഒരു കാര്യവും, ഒരംശം പോലും കാണിക്കുന്നില്ല എന്ന രീതിയിലത്തേക്കും, സമാധാനപരമായിട്ട് പോലും അദ്ദേഹത്തിനെ വിമർശിക്കാനായിട്ടുള്ള ഒരു അവകാശം പോലും ഇവിടെ ഇല്ല എന്ന രീതിയിലത്തേക്കും വന്നിട്ടുണ്ട്. ശ്രീ ഹസ്കർ ഇവിടെ ഒപ്പം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞത് CPM പലപ്പോഴും പല പ്രതിഷേധ പരിപാടികളും BJPക്ക് എതിരെയൊക്കെ നടത്തുന്ന സമയത്ത് മറ്റുള്ള പാർട്ടികൾ ഒപ്പം നിന്നിട്ടില്ല എന്ന്. അങ്ങനെയല്ല. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമമായിക്കോട്ടെ, കാർഷിക നിയമങ്ങളായിക്കോട്ടെ, ഈ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് സഭയ്ക്കുള്ളിൽ പോലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും ഒക്കെ തന്നെ പ്രമേയം പാസ്സാക്കുന്നത് ഉൾപ്പെടെ, അല്ലെങ്കിൽ പല പല കോമൺ പരിപാടികളിലെല്ലാം തന്നെ ഇവരോട് സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ പോയതിന് ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയൊക്കെ തന്നെ പ്രതിഷേധം, സമരം എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിരുന്ന സമയത്ത് അതിനോടൊപ്പം ചേർന്നില്ല എങ്കിൽ പോലും അതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തെ അവിടെ ഡൽഹിയിൽ പോയി സന്ദർശിച്ചിട്ട് പോയ നേതാവിൻ്റെ പേര് അബ്ദുൾ വഹാബ് എന്നാണ്. അദ്ദേഹം മുസ്ലിം ലീഗുകാരനാണ്. അപ്പോൾ അങ്ങനെ പലപ്പോഴും തങ്ങളുടെ ഒരു കമ്പൽഷൻ്റെ ഭാഗമായിട്ട് തങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന രീതിയിലത്തേക്കൊക്കെ ഈ കോൺഗ്രസ്സുകാരാണെങ്കിലും CPMകാരാണെങ്കിലും ഒക്കെ തന്നെ, ലീഗുകാരാണെങ്കിലും ഒക്കെ തന്നെ ഇവരോടൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷേ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് ഇവരെ എല്ലാം തന്നെ ഒപ്പം നിർത്താനായിട്ട് ശ്രമിക്കുകയും ആരെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം കാണിക്കുകയാണെങ്കിൽ അവരെല്ലാവരും തന്നെ വർഗീയവാദികളാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, പിന്നെയും ഈ മനുഷ്യരെ കാണേണ്ടതല്ലേ? ഇപ്പോൾ ഈ SNDP വിഭാഗം, ആ വിഭാഗത്തിലുള്ള ഈഴവ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മുഴുവനും RSS വൽക്കരണം വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാരണവുമില്ലാതെ ഇവരെല്ലാവരും തന്നെ വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ധ്വനി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇനി അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരാളിൻ്റെ മുന്നിൽ എന്ത് മുഖത്തോടു കൂടി ഒരു CPM നേതാവിന് പോയിട്ട് നിങ്ങൾ നമുക്ക് വോട്ട് ചെയ്യണമെന്ന് പറയും? അപ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തിരുത്തലാണ് അവിടെ നടത്താൻ പോകുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആ തിരുത്തൽ ടോപ്പ് ഡൗൺ അല്ലാതെ നടക്കുന്നത് താഴെ നിന്ന് മുകളിലേക്കുള്ള തിരുത്തലുകൾ കൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നും സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല.